ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോല മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കടല രാത്രി തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് അത് കുക്കറിൽ കായപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. 6 വിസിൽ വരെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടി 2 സവാള മുറിച്ച് വെച്ചു, വെളുത്തുള്ളി എടുത്തു, പിന്നെ തക്കാളി മുറിച്ച് വെച്ചു. പിന്നെ ഒരു കടായിൽ കുക്കിംഗ് ഓയിൽ വെച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഒക്കെ ഇട്ട ശേഷം വെളുത്തുള്ളി ഇട്ടു, പിന്നെ സവാള ഇട്ടു, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയ പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ട് ഇളക്കിയ ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് മല്ലിപ്പൊടിയാണ് ഇടുന്നത്. ഒരു 4-5 ടീസ്പൂൺ ഇടുന്നുണ്ട്. മല്ലിപ്പൊടി കുറച്ചധികം വേണം നമുക്ക് ചോല മസാല ഉണ്ടാക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി. അതിനുശേഷം മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെന്ത ശേഷം കുറച്ച് പച്ചമുളക് കൂടി ഇട്ടു. പിന്നെ അത് വെന്ത് നന്നായിട്ടൊന്ന് വറ്റിയ ശേഷം കുറച്ചെടുത്ത് മാറ്റി മിക്സിയിലെ ജാറിലേക്ക് ഇടുന്നുണ്ട്. കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചന മസാലയ്ക്ക് വേണ്ടി വേവിച്ച കടല വെന്തോന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് 1 സ്പൂൺ എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത്. കുറച്ച് മസാല മാറ്റി വെച്ച് കടായിലേക്ക് വെന്ത ചന മുഴുവൻ ഇടാം. മിക്സിയിലിട്ട മസാലയിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ച് വന്ന് നമുക്ക് വെന്ത കടലയിലേക്ക് ഒഴിക്കാം. വെള്ളക്കടലയാണ്, അതിന് ചന മസാല എന്നും പറയും, ചോല മസാല എന്നൊക്കെ പറയും ഇതിന്. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ചോല മസാല പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ചിടാം, പക്ഷേ ഞാനിന്ന് അതൊന്നും ഇടാതെയാണ് ഉണ്ടാക്കിയത്. നമ്മളുടെ അടിപൊളി ചന മസാല റെഡി. പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ ബെസ്റ്റാണ്.